ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു എ സീരീസ് ഓൺ ESG ഇൻവെസ്റ്റിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ESG ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ വർഷം മാത്രം $19 ബില്യൺ ആണ് ESG ഫണ്ട്സിലേക്ക് വന്നത്. ഇപ്പോൾ ലോകത്ത് ടോട്ടൽ $40 ബില്യൺ ആണ് ESG ഫണ്ട്സിലുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ESG ഇൻവെസ്റ്റിങ്ങിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്? രണ്ട് മെയിൻ കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് വാല്യൂ ഇൻവെസ്റ്റിങ്ങും, രണ്ട് റിസ്ക് ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങും. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും പേഴ്സണൽ വാല്യൂസിനനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അത് അവരുടെ പേഴ്സണൽ അനുഭവങ്ങളിൽ നിന്ന് വരുന്നതാകാം, കൾച്ചറൽ ഓറിയൻറ്റേഷൻ ആകാം, റിലീജിയസ് ഓറിയൻറ്റേഷൻ ആകാം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണുന്നതിലുണ്ടാകാം, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് വാല്യൂസ് ഉണ്ടാകാം. ഇപ്പോൾ ഒരാൾക്ക് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ പൊല്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളാണെങ്കിലോ ലെതർ പ്രൊഡക്ട്സിൻ്റെ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഓരോരുത്തരും അവനവന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവനവൻ്റെ പേഴ്സണൽ വാല്യൂസിന് അലൈൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും പ്രോഫിറ്റ് മാത്രമല്ല അവർ നോക്കുന്നത്, അവർക്ക് അവരുടെ വാല്യൂസുമായിട്ട് അലൈൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണമെന്നേ ഉള്ളൂ. അപ്പം എത്ര നാൾ ഇവർക്ക് ഈ വാല്യൂ ബേസ്ഡ് മാത്രമായിരുന്നു പ്രോഫിറ്റ് വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ ഈയിടെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ പറയുകയുണ്ടായി, അദ്ദേഹം നർമ്മദ വാലി പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു 2 വർഷം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്ന കാറ് വിറ്റ് സൈക്കിൾ വാങ്ങിച്ചു. ഇനിയും തൊട്ട് പൊല്യൂട്ട് ചെയ്യത്തില്ല എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആവുള്ള മോട്ടുമൊക്കെ നഷ്ടപ്പെടുകയും കംഫർട്ടിൻ്റെ ബേസ് ചെയ്ത് വീണ്ടും കാറ് വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ മില്ലേനിയൽസാണ് കൂടുതലായിട്ട് വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗിൽ വരുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഒരു യാഥാർത്ഥ്യമാവുകയും ലോകമെമ്പാടും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ, ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, ജെൻഡർ ഇക്വാളിറ്റി, അങ്ങനെ പല കാര്യങ്ങളും ലോകത്തിൽ നടക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ്, മില്ലേനിയൽസ് ഇതൊക്കെ കൂടുതൽ അവെയറാണ്. അവർ അതനുസരിച്ച് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എത്ര കാലം ഇവർ ഈ വാല്യൂ ബേസ്ഡ് ആയിട്ട് പ്രോഫിറ്റ് വേണ്ടാന്ന് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗിൽ നമ്മളൊരു എക്സ്ക്ലൂഷണറി പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ചില കമ്പനീസിൽ മാറ്റി എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കമ്പനീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷനെ മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ രണ്ടാമത്തെ കാരണം അവർ പറയുന്നത് റിസ്ക് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ആണ്. റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു അൺസർട്ടനിറ്റിയും ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനീസ് ഇപ്പം 2030 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലെ മാക്സിമം വെഹിക്കിൾസിനെ നമ്മൾ ഈ വെഹിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഉള്ള ഓട്ടോമൊബൈൽ കമ്പനീസ് ആ ട്രാൻസിഷന് വേണ്ടി പ്രിപ്പയർഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ 2030 ആകുമ്പോഴത്തേക്കും അവർക്ക് ആ ബിസിനസ്സൊക്കെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഫാക്ടറുണ്ട്. ഈ റിസ്ക് ഫാക്ടറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂഷൻ ടൂൾസും കൂടെ ചെയ്യുന്നതിനാണ് റിസ്ക് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു സോഷ്യൽ ഫാക്ടർ എടുക്കുകയെന്ന് വിചാരിക്കുക. അതായത് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ലേബർ റിഫോംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലേബർ റിഫോംസ് അവരുടെ റൂൾസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കമ്പനികളാണെങ്കിൽ ലേറ്റർ ഓൺ അവർക്ക് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ള വലിയ പ്രശ്നം വരാം. അപ്പം ആ റിസ്ക്കും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ റിസ്ക് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒരുപാട് ESG ഇൻവെസ്റ്റിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അവരത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈയിടെ തന്നെ ബ്ലാക്ക് റോക്കിൻ്റെ CEO എല്ലാ കസ്റ്റമേഴ്സിനും കൂടുതലായിട്ട് എൻവയൺമെൻറ്റൽ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊരു ലെറ്ററൊക്കെ അയച്ചിരുന്നു. അപ്പോൾ കമ്പനീസ് ചേഞ്ചിങ് ഫേസിലാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയാലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഇതിലേക്ക് അവെയർ ആവുകയും കൂടുതലായിട്ട് ESGയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര നാൾ ഈ മൊമെൻറ്റം ഇനി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളതാണ് ചോദ്യം. എല്ലാ കാലങ്ങളിലും ക്യാപിറ്റൽ മാർക്കറ്റ്സിൽ ഇതുപോലെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് വരാറ് അല്ലെങ്കിൽ കുറേ ടൂൾസ് വരാറുണ്ട്. പക്ഷേ ഒരു പീരീഡിൽ അത് ബൂം ചെയ്യും, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ നമ്മൾ മറന്നു പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അതേപോലെ ഒന്നായിട്ടാണ് ESG ഇൻവെസ്റ്റിംഗ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ എൻവയൺമെൻ്റലി കംപ്ലൈൻ്റ് ആയിട്ടും എല്ലാം ഗവർണൻസൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടും ഒക്കെയും കമ്പനീസ് ഒരു സ്റ്റേജ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം ആ സ്റ്റേജ് എത്തുന്നിടം വരെയുള്ള ട്രാൻസിഷൻ ഫേസിലാണ് ശരിക്കും ESG ഇൻവെസ്റ്റിംഗ് കൊണ്ട് ഒരാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഇപ്പം ESG മെഷർ ചെയ്യാൻ, ESG ഫാക്ടേഴ്സ് ക്വാണ്ടിഫൈ ചെയ്ത് മെഷർ ചെയ്യാനുള്ള പ്രയാസം നമുക്കുണ്ടല്ലോ. അപ്പം ആ പ്രയാസം തന്നെ പല കമ്പനീസും ഇപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, ഗ്രീൻ വാഷിങ്ങിൻ്റെ രൂപത്തിൽ. അപ്പം അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ആൻഡ് താങ്ക് യു.